നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 4-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ മാർച്ച് 5 വരെയാണ് മുന്നറിയിപ്പുള്ളത്. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. അതുമാത്രമല്ല, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ചൂട് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയം നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന പ്രധാന അറിയിപ്പാണ്. വ്യാജ ഓൺലൈൻ ജോലി വാഗ്ദാനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായിട്ട് കേരള പോലീസ്. കൂടുതൽ പണം സമ്പാദിക്കാമെന്ന തരത്തിലുള്ള പോസ്റ്റുകളോട് ജാഗ്രതയോടെ മാത്രമേ പ്രതികരിക്കാവൂ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മൊബൈലിലേക്ക് സന്ദേശങ്ങൾ അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കത്തിൽ ചെറിയ ടാസ്ക് നൽകിയത് പൂർത്തീകരിച്ചാൽ പണം നൽകുമെന്ന് പറയുകയും ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പങ്കെടുക്കുവാൻ കൂടുതൽ പണം ചോദിക്കുകയും ചെയ്യുന്നു. ടാസ്ക് പൂർത്തീകരിച്ചാലും പണം തിരികെ നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു തുക തട്ടിപ്പുകാർ കൈക്കലാക്കിയിരിക്കും. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം, അതായത് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്, അതിനകം തന്നെ വിവരം 1930 എന്നതിൽ നൽകിയാൽ എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായിട്ടുള്ള വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ പരമാവധി ഇവരിലേക്ക് നിങ്ങളൊന്ന് പങ്കുവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജാഗ്രത കൊണ്ട് മാത്രമേ ഈ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുവാനും സാധിക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കുവാനായിട്ട് ആലോചന. നാളെ അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരുവാൻ സാധ്യതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട 4600 കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കുവാനാകുമെന്നാണ് സൂചനകൾ. കേന്ദ്ര ധനമന്ത്രാലയവുമായിട്ട് ഉദ്യോഗസ്ഥതല ചർച്ചകളും അതുപോലെ തന്നെ സർക്കാർ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 3-ാം തീയതിയായിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ്. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളമെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്കും മാസശമ്പളം കയ്യിൽ കിട്ടി. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം. എന്നാൽ മിക്കവാറും വരുന്ന സർക്കാർ ജീവനക്കാർക്കെല്ലാം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാനായിട്ട് കഴിയാത്തത്. പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല. ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും സാങ്കേതിക തടസ്സമില്ല. ഞായറാഴ്ച ആയതിനാൽ ഇന്ന് ശമ്പള വിതരണം ഉണ്ടാവില്ല. നാളെയോടെ ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കുവാനാണ് ജീവനക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമ്പത്തിക ഇടപാടുകൾക്കായിട്ട് ബാങ്കുകളെ ആശ്രയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രധാനമായിട്ടും ഈ ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബാങ്കിംഗ് അവധികൾ അറിഞ്ഞ ശേഷം ഇടപാടുകൾക്കായിട്ട് സജ്ജമാവുക. ഈ മാസം നിരവധി അവധികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മാർച്ച് മാസത്തെ ബാങ്ക് ഹോളിഡേ ലിസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ മാസം 9 ദിവസമാണ് ബാങ്കുകൾക്ക് അവധിയുള്ളത്. ഞായറാഴ്ചകളിലും 2-ാമത്തെ ശനിയാഴ്ചയും 4-ാമത്തെ ശനിയാഴ്ചയും ശിവരാത്രിയും ദുഃഖവെള്ളിയാഴ്ചയും അടക്കമാണ് അവധി. മാർച്ച് മാസത്തിൽ രാജ്യത്ത് മൊത്തം 14 ദിവസമാണ് ബാങ്കുകൾക്ക് അവധിയുള്ളത്. പ്രാദേശിക ദേശീയ അവധികൾ അടക്കമാണിത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യാസമുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും റേഷൻ മസ്റ്ററിംഗ് ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് മാർച്ച് 15 മുതൽ 17 വരെ നടക്കുന്നതായിരിക്കും. മാർച്ച് 15, 16, 17 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്തുമെന്ന് സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏത് റേഷൻ കടകൾ വഴിയും ഏതൊരു കാർഡ് അംഗങ്ങൾക്കും ഈ ഒരു മസ്റ്ററിംഗ് നടത്തുവാനായിട്ട് സൗകര്യമുണ്ടാകുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. അതോടൊപ്പം തന്നെ മാർച്ച് 31-നകം തന്നെ മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ പകൽ 1:30 മുതൽ വൈകിട്ട് 4 വരെയും ഞായറാഴ്ച ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും റേഷൻ മസ്റ്ററിംഗ്
മസ്റ്ററിങ്ങിനുള്ള സൗകര്യം സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. മാത്രമല്ല സംസ്ഥാന സർക്കാർ മസ്റ്ററിങ്ങിന് കൂടുതൽ സമയം അനുവദിച്ചു നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലെ കുത്തനെ സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരുന്നു. ഒരു പവന് ഇന്നലെ 680 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില 47,000-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടില്ല. എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. 2 ദിവസം കൊണ്ട് 920 രൂപ വർദ്ധിച്ചു. വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വർണ്ണവില വർധനവുണ്ടാക്കുന്നത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ഇന്നലെ 30 രൂപയും ഇന്ന് 65 രൂപയും ഉയർന്നു. വിപണി വില 5875 രൂപയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.